വളരെ കൃത്യമായി ഭാരതം പറഞ്ഞു വച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അവിടെ കൃത്യമായ ആക്രമണം നടന്നതെന്ന്. കേണൽ സോഫിയ ഖുറേഷി പറയുന്നത് പോലെ അവർ ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം കാണിച്ചത് നമ്മൾ ടാർഗറ്റ് ചെയ്ത ഇടങ്ങൾ, ആ ഓരോ കേന്ദ്രത്തിൻ്റെയും പ്രത്യേകതകൾ, ഏതൊക്കെ ഭീകരർ ഏതൊക്കെ രീതിയിൽ പരിശീലനം നേടുന്നു എന്നതിൻ്റെ സമഗ്രമായ ഒരു ചിത്രമാണ് ഭാരതത്തിന് മുമ്പാകെ നമ്മുടെ സൈനികർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളായ അജ്മൽ കസബിനും ഡേവിഡ് ഹെഡ്ലിക്കും പരിശീലനം നൽകിയ ഇടം ഉൾപ്പെടെ തകർത്ത് തരിപ്പണമാക്കി എന്ന് വളരെ കൃത്യമായി പറയുകയാണ് ഭാരതം. വാർത്താ സമ്മേളനത്തിൻ്റെ മറ്റ് വിവരങ്ങൾ എങ്ങനെ കാണണം ഭാരതത്തിൻ്റെ ഈ നിലപാടുകളെ? നിലിമ, ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചും ഒപ്പം ഭാരതത്തിന്റെ നടപടികൾ സംബന്ധിച്ചും വളരെ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണമാണ് ഇന്നിപ്പോൾ ആ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവും ഒപ്പം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടപ്പാക്കിയത്, അത് എവിടെയെല്ലാമാണ് ഈ പ്രഹരമേൽപ്പിച്ചത് എന്നത് സംബന്ധിച്ച വിശദീകരണം നൽകിയിട്ടുള്ളതും വനിതാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സോഫിയ ഖുറേഷിയും വോമിക സിംഗുമാണ്. അതിൽ നിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും പ്രധാനമായി എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്, ഒപ്പം എങ്ങനെയാണ് ഈ നടപടി സ്വീകരിച്ചത്, ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നിപ്പോൾ സൈന്യം നൽകിയിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണമാണെങ്കിലും പുൽവാമയാണെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളുമായി പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര ശക്തികൾ ഭാരതത്തിന്റെ മണ്ണിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ നടത്തുന്നു. അതിൽ 300-ലധികം സാധാരണക്കാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിൽ 25 പൗരന്മാർക്കും ഒരു വിദേശ പൗരനും ജീവൻ നഷ്ടമായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഇത്തരത്തിൽ ശക്തമായൊരു തിരിച്ചടിക്ക് ഭാരതത്തിന്റെ സൈന്യം ഒരുങ്ങിയിട്ടുള്ളത്. അതിന് വളരെ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ശേഖരിച്ചിരുന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും പാകിസ്ഥാനിലെയും അതിർത്തി കടന്നുകൊണ്ട് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാനിലെയും ഭീകരവാദ ക്യാമ്പുകളിലാണ് ഇത്തരത്തിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒപ്പം ഹിസ്ബുൾ മുജാഹിദിന്റെയും 9 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി നൽകിയത്. അതിൽ ഏറ്റവും പ്രധാനം അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ ബഹവൽപൂർ ക്യാമ്പിലെ നടത്തിയിട്ടുള്ള തിരിച്ചടിയാണ് ഭാരതം ഏറ്റവും ശക്തിയുള്ള പ്രഹരമായി കണക്കാക്കുന്നത്. അവിടെയും ഭീകരവാദ പരിശീലനം, ഒപ്പം ജമ്മു കാശ്മീരിലേക്ക് ഭാരതത്തിലേക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിനും പരിശീലനം നൽകുന്നതിനും ആസൂത്രണം നടത്തുകയും ചെയ്യുന്ന പരിശീലന ക്യാമ്പ് എന്ന് ഭീകരർ വിശേഷിപ്പിക്കാവുന്ന ക്യാമ്പിലേക്ക് നേരെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. കൂടാതെ 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികൾക്ക് പരിശീലനം നൽകിയിട്ടുള്ള അജ്മൽ കസബ് ഉൾപ്പെടെയുള്ള ഭീകരർക്ക് പരിശീലനം ലഭിച്ചിട്ടുള്ള ക്യാമ്പുകൾ തകർത്തു. അത്തരത്തിലൊരു സർവനാശം, ഭീകരരുടെ വ്യക്തമായിട്ടുള്ള ക്യാമ്പുകൾ, അവരുടെ നഴ്സറികൾ മാത്രമല്ല അവരുടെ കൃത്യമായിട്ടുള്ള ഭീകര പരിശീലന ക്യാമ്പുകളും മുതിർന്ന കമാൻഡർമാർ, ഈ ഭീകരവാദത്തിന് നേതൃത്വം നൽകുന്ന കമാൻഡർമാർ നേരിട്ട് നേതൃത്വം നൽകുന്ന ക്യാമ്പുകളിലുമാണ് ഇത്തരത്തിലുള്ള തിരിച്ചടി സൈന്യം നൽകിയത്. ഒപ്പം പറഞ്ഞു വെക്കുന്നത് ഇതൊരു ലോങ് പ്രോസസ്സാണ് എന്നുള്ളത് കൂടിയാണ് ഈ ബ്രീഫിങ്ങിനൊടുവിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഇപ്പോഴും ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനവും ഇനിയുണ്ടായാൽ അതിനും സുശക്തമായാണ് സുസജ്ജമായാണ് ഭാരതം നിലകൊള്ളുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 9 ഭീകരവാദ പരിശീലന ക്യാമ്പുകൾ, അതിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും NIA ഉൾപ്പെടെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ആസൂത്രണം നടന്നിട്ടുള്ള ക്യാമ്പുകളിലുമാണ് ഇത്തരത്തിൽ നേരിട്ടുള്ള അടി രാജ്യത്തിന്റെ സൈന്യം നടത്തിയിട്ടുള്ളത്. അത് കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയത്. ഒപ്പം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്ത TRF, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, അത് വളരെ കൃത്യമായി പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ മുഖമാണ്. പാകിസ്ഥാൻ കഴിഞ്ഞ 30 വർഷത്തിലധികമായി ഭീകരവാദ ശക്തികൾക്ക് പിന്തുണ നൽകുകയും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകുകയും പാകിസ്ഥാൻ ഭീകരരുടെ പരിശീലന കളരിയായി മാറി എന്നുള്ള വസ്തുത തുറന്നു കാട്ടുകയും ഈ വസ്തുത ഒരിക്കൽ കൂടി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പെഹൽഗാമിന് ഇപ്പോൾ നൽകിയിട്ടുള്ള മറുപടിയുടെ വിശദാംശങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ സൈനിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഭീകര ക്യാമ്പുകളിലാണ് പ്രഹരമേൽപ്പിച്ചിട്ടുള്ളത്. നിലിമ.
ജിഷ്ണു, ഈ വാർത്താ സമ്മേളനത്തിന് പോലും വലിയ പ്രാധാന്യമുണ്ട്. ആ ഓപ്പറേഷന് പേരിട്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ നോക്കൂ, ഇവിടെ വാർത്താ സമ്മേളനം ഈ ഓപ്പറേഷന് നേതൃത്വം നൽകിയ വനിതകളെ ഉപയോഗിച്ചുകൊണ്ട്, ആ നാരീശക്തിയെ തുടർന്ന് കാണിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണത്തിനെല്ലാം തിരിച്ചടി നൽകാൻ ഇവിടുത്തെ ഭാരത സ്ത്രീകൾ ഉണ്ട് എന്നുള്ള സന്ദേശം കൂടി നൽകുകയാണ്. നിരപരാധികളായ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ചുകളഞ്ഞ ഈ ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകും ഭാരതം എന്ന വളരെ കൃത്യമായ സന്ദേശമല്ലേ ഈ വാർത്താ സമ്മേളനത്തിലും ഭാരതം നൽകുന്നത്? ഏത് രീതിയിലും നിലിമ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വാർത്താ സമ്മേളനം ഈ സൈനിക നടപടികൾ വിശദീകരിച്ചത് രണ്ട് ധീര വനിതകളാണ്. ഒപ്പം ഈ ഓപ്പറേഷന് പേര് നൽകിയത് സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണം എങ്ങനെയാണ് ആ ഭീകരവാദികൾ നടത്തിയത് എന്നുള്ളത് നിലിമ, ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഏത് രീതിയിലാണ് നടന്നത് എന്നുള്ളത് നമുക്ക് മുൻപിലുള്ള വസ്തുതയാണ്. ഭീകരവാദികൾ മതം ചോദിച്ചുകൊണ്ട് ഈ ആളുകളുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കൊന്നിട്ടുള്ളത്. ഒപ്പം നിരവധി ഭാരത സ്ത്രീകളുടെ നെറുകയിലെ സിന്ദൂരക്കുറി മായ്ച്ചുകൊണ്ട് നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകുമ്പോൾ വളരെ കൃത്യമായ ആ ഓപ്പറേഷന് പേര് നൽകിയതും ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന്, സിയാൽകോട്ടിൽ നടത്തിയിട്ടുള്ള തിരിച്ചടി. അതിനെ ഏറ്റവും പ്രധാനമായിട്ടാണ്, അതായത് അതിർത്തി കടന്നുകൊണ്ട്, നേരത്തെയും പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ കടന്നുകൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് ഭാരതം നടത്തിയിട്ടുണ്ട്. പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിൽ കടന്നുകൊണ്ട് ബഹവൽപൂരിൽ ഉൾപ്പെടെ സ്ട്രൈക്ക് നടത്താൻ ഭാരതത്തിന് സാധിക്കും എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മുഴുവൻ സൈനികരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് തിരികെ പറന്നിറങ്ങി എന്നുള്ളതും രാജ്യത്തെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ്. അത്തരത്തിൽ വളരെ കൃത്യമായി ജിഷ്ണു, ഞാൻ തിരികെ എത്താം.